അമ്മിഞ്ഞപ്പാൽ എന്ന് പറയുന്നത് അമൃതിന് തുല്യമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ അമൃതിന് തുല്യമായ ഒരു അമ്മിഞ്ഞപ്പാലിന്റെ ഗുണങ്ങളെയും ആവശ്യകതയെയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ ഒരു ബോധവൽക്കരണമായിട്ടാണ് നമ്മളിവിടെ ഇന്നൊരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യമേ തുടങ്ങിയത് 1990 WHO-യും യുണിസെഫും ചേർന്ന് ഒരു കരാറിൽ ഒപ്പുവെച്ചു. ആ കരാറിന് നമ്മൾ പറയുന്നത് ഇന്നസെന്റ് ഡിക്ലറേഷൻ എന്നുള്ള ഒരു കരാറാണ് ഒപ്പുവെച്ചത്. അതിന്റെ ഭാഗമായി 1992 മുതൽ നമ്മൾ ലോക മുലയൂട്ടൽ വാരം ആചരിച്ചു വരികയാണ്. അപ്പൊ ഏകദേശം ഒരു 32 വർഷമായിട്ട് നമ്മളിപ്പോൾ ലോക മുലയൂട്ടൽ വാരം ആചരിച്ചു വരികയാണ്. അത് നടന്നത് ഇന്നസെന്റ് ഡിക്ലറേഷനിൽ സൈൻ ചെയ്തത് ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസത്തിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ വർഷവും നമ്മൾ മുലയൂട്ടൽ വാരം ആചരിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് WHO നമുക്ക് ഒരു പ്രമേയം പാസ്സാക്കാറുണ്ട്. അപ്പൊ ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് വിടവുകൾ നികത്താം, മുലയൂട്ടലിനേകാം പൂർണ്ണ പിന്തുണ എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് പൂർണ്ണ പിന്തുണ നമുക്ക് നൽകാൻ പറ്റുന്നത്? കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, അതുപോലെ ആരോഗ്യ പ്രവർത്തകരിൽ നിന്നെല്ലാം നമുക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാം. അപ്പൊ അതിന്റെ ഒരു ബോധവൽക്കരണമായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരം ആചരിക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ വെൽഫെയർ നഴ്സിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ആ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറെ, ആദ്യമേ നിങ്ങൾ കണ്ടു, ഒരു ഫ്ലാഷ് മോബ് കണ്ടു. അപ്പൊ അതുപോലെ കുറെ ഹെൽത്ത് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ ഇതിന്റെ ഗുണങ്ങളെ പറ്റി, അതായത് അമ്മിഞ്ഞപ്പാലിന്റെ മുലപ്പാലിന്റെ ഗുണങ്ങളെ പറ്റി, അതായത് അമ്മയ്ക്കുള്ള ഗുണങ്ങള്, കുഞ്ഞിനുള്ള ഗുണങ്ങള്, അതിനെപ്പറ്റി എല്ലാം കുട്ടികൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കുക, നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ അതിനുള്ള എല്ലാ ആശംസകളും നേരും. താങ്ക് യു. താങ്ക് യു മാം. അമ്മതും കരുതലാണ് അമ്മിഞ്ഞപ്പാൽ. മാം പറഞ്ഞ പോലെ
the Breastfeeding Week celebration. Welcare Hospital is renowned for its commitment to excellence in patient care, professional integrity, and teamwork. Our mission is to deliver comprehensive medical care through continuous quality improvements. This hospital was the vision of its chairman, Mr. P.M. Sebastian, to serve the people of the community with multi-speciality, well-equipped hospital and nursing college within the reach of the commoners. And today, we, the fourth-year BS nursing students of Welke College of Nursing, are conducting a breastfeeding week program. This year's theme, Closing the Gap, Breastfeeding Support for All, emphasizes the critical need for the comprehensive support system for the breastfeeding mothers from families and communities to healthcare professionals. It's a call to action to ensure that every mother and every baby can experience the health benefits of the breastfeeding regardless of their circumstances. So let's take a moment now to see the blessings and express our gratitude through a soulful prayer song and start our event. Next, I would like to welcome Mr. Suresh Thomas, our Assistant General Manager, whose leadership and dedication have been instrumental in fostering a supportive environment at Welcare Hospital. Welcome you, sir. Next, I would like to welcome Mr. Ashok Kumar, Finance Manager of Welcare Hospital, who create productive assets to this institution and also serve as the master brain. I welcome him in his absence. I would like to welcome Dr. Joseph Philip, Medical Superintendent, Senior Consultant and HOD of Internal Medicine, whose incredible efforts and continuous hard work which makes a remark in Welcare's history. I welcome him in his absence. Next, I invite the lead consultant in the Department of OPG, Dr. Indu KB, whose commitment to evidence-based practice, patient-centered care and adherence to ethical standards truly serves as a remark. Welcome you, ma'am. Next, I would like to welcome the consultant neonatologist and the dedicated pediatrician of Welcare Hospital, Dr. Misha Rajan, whose commitment to the health and well-being of our youngest patient is truly commendable. Welcome you, ma'am. Next, I would like to welcome the principal of Welcare College of Nursing, who serves as the Iron Lady of Welcare College of Nursing, Professor Renu Susan Thomas, in her absence. Next, I invite Professor Dr. Neetu George, Vice Principal of Welcare College of Nursing, whose expertise and dedication to education help shape the future of healthcare. I welcome her in her absence. Mr. Suresh Thomas, AGM of our hospital, Dr. Misha, Dr. Indu, all the staff members of this institution, our dear students from the nursing college, our well-wishers, all those who are assembled here, ladies and gentlemen. We are celebrating the World Breastfeeding Week of the day today as a part of the global celebration to rediscover a forgotten practice, to highlight the importance of a neglected practice. Man was following from time immemorial. Recently, because of the modernization, because of the challenge of a mother, the working lady really finds it difficult to find time for feeding the child. The pressure of work, the lack of support from family as well as the working place, all these are great challenges
for a young mother. To highlight the importance, the world, all over the globe, there were a lot of initiatives to improve the time as well as the quality of breastfeeding and to highlight the importance of breastfeeding. And as a part, we are also joining to highlight the importance of breastfeeding today. It has been proved in various studies that both the mother and the child gains because of breastfeeding. Because of the advertisement of the alternate foods, the other milk products. Again, this was a competition going on for a long time. But still, the scientific community has come as a block to support breastfeeding because of the findings that we have evolved over the years. For the mother, it is not only a question of a bonding between the child and the mother. It also has been proved in recent studies from the Harvard University. Whenever a mother is feeding her child, there are a lot of stem cells coming out from various sources to rebuild the broken cells. That is the latest discovery. So it is the job of nature to keep the mother healthy throughout the period of breastfeeding. The child again benefits because of the protective factors. So many factors have been identified that protects the child from so many diseases. So I cannot overemphasize the need for breastfeeding, and this is globally accepted now. And our duty is to celebrate the period of, just as you have seen the dance here, it's a celebration of life. It's a celebration of joy. Joy of having a child, joy of having, bringing up a child. So it should be a celebration throughout. As time goes on, any practice, the joy of any practice because of the time involved over a period of years will come down. So when you dance, you find that after some time your enthusiasm comes down because of exhaustion. So breastfeeding, I think the enthusiasm should grow every day. It should go on. The joy should increase. The enthusiasm should increase. And the importance of breastfeeding, you should keep on highlighting. And this is what we are doing today. So let's all celebrate this great joy. And wishing all the very best for this particular event. And with your permission, and also seeking the blessings of God Almighty, and great pleasure in inaugurating this event in our hospital. I should congratulate the team that has performed so well, and also the nursing college for having organized such a wonderful, such a great event today. Thank you so much. Thank you, sir, for your advocates. Don't embarrass me. I told him, don't embarrass me. No. I won't ever in my life ever humiliate my own DNA on a social media network. I've seen a lot of parents do that, and it actually made me cry. Humiliation can cause suicide and depression. Come on, I'm 26 and I know better than that. Come on, y'all. I do not respect that. Everybody have their own opinion. The people that might get mad with this video is the people that probably already embarrassed their child. You can discipline your child in their room. Take something away from them. If they act up, well, my sons, if they act up, I'm like, son, you can't play the game today. They act up again, I'm gonna say, son, you're gonna read a book all day today. You can't watch TV. That's it.